കൂട്ടുകാരെ, നമുക്കിന്നൊരു പിണ്ടിത്തോരൻ വെച്ചാലോ? പിണ്ടി തോരൻ വെക്കാൻ അരിഞ്ഞെടുക്കുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. അപ്പോൾ വാ എല്ലാവരും. വേണ്ട നീളമുള്ള പിണ്ടി ഇത് നമ്മൾ വട്ടം അരിഞ്ഞ് വെച്ചേക്കുന്നു. അതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നീളമുള്ള പിണ്ടി ഇങ്ങനെ വട്ടം അരിയുമ്പോൾ ഇതിൻ്റെ നടുക്ക് നൂല് വരുന്നതുണ്ടോ? ആ നൂല് നമ്മളിങ്ങനെ അങ്ങോട്ട് കൈയും കൊണ്ട് ഇങ്ങനെ ചുറ്റി എടുക്കും. ഈ വിരലിൽ ഇങ്ങനെ ചുറ്റി എടുക്കും. അപ്പം വേണ്ട ഇതാണ് ഈ നൂലെന്ന് പറയുന്ന സാധനം. കണ്ടോ? ഈ നൂല് പോലെയുള്ളത് നമ്മളിങ്ങനെ വിരലിൻ്റെ അറ്റത്തോട്ട് ഇതിങ്ങനെ ചുറ്റി കളയും. കണ്ട ഇങ്ങനെ ചുറ്റി അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ വേണ്ട ഈ കനവേ നമ്മൾ എടുക്കുന്നതിന് വരുന്നുള്ളൂ. കണ്ടോ? വട്ടം നമ്മൾ അരിഞ്ഞു വെക്കും. ആ പിണ്ടി അപ്പം എളുപ്പമുണ്ട് നമുക്ക് അരിയാൻ കേട്ടോ. ചിലർക്ക് പിണ്ടി അരിയുന്ന വിധം അറിയത്തില്ല. പിണ്ടി നീളത്തിൽ പിടിച്ച് ഇങ്ങനെ കുത്തി അരിയുമ്പോൾ ഈ നൂല് കാരണം പിച്ചാത്തിക്കകത്തോട്ട് പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞ് മാറത്തില്ല. ആ നൂല് ഭയങ്കര കട്ടിയാണ്. അതിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പം നീളത്തിൽ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിണ്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വട്ടം അരിഞ്ഞ് കഴിഞ്ഞത് വേണ്ട ഒരു നൂലുമില്ല, ഒന്നുമില്ല. കണ്ടോ? നമുക്കിങ്ങനെ 3-4 പീസ് ഇങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പം എളുപ്പം അരിയാൻ എളുപ്പമുണ്ട്. അത് ഈ നൂല് വരുന്നില്ല. വേണ്ട അപ്പം നമ്മൾ കൊത്തി അരിഞ്ഞ് വട്ടം അരിഞ്ഞിട്ട് പിണ്ടി കൊത്തി അരിഞ്ഞത് കണ്ടോ? അപ്പോൾ ഇത് നൂലൊന്നും വരുന്നില്ല. ഇത് വീഴുന്നത് കണ്ടോ? ഓരോരോ ഇതായിട്ടാണ് കണ്ടോ വീഴുന്നത്. നമ്മളിതിന് നേരത്തെ തന്നെ ഇതിൻ്റെ നൂലെല്ലാം നമ്മൾ ചുറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ വീഴുന്നത് കേട്ടോ. ഇനി ഇതുണ്ടല്ലോ, ഒരു ശകലം ഇച്ചിരി ഉപ്പ് നീര് ഇട്ടുകൊണ്ടുണ്ടല്ലോ, ഉപ്പ് പൊടിയായാലും മതി. ഇതിനകത്ത് ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ പിടിയും. ഞാനിങ്ങനെ ഞെക്കി പിടിയും. അമ്മയുണ്ടല്ലോ ഇതിൽ നിന്നൊരു ചെറുതായിട്ട് ഇച്ചിരി വെള്ളമയം പോകും. അപ്പോൾ അതിൻ്റെ ഈ പിണ്ടിയുടെ കറയെന്ന് പറയുന്നത് കൂമ്പരിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഉപ്പിട്ട് ഇങ്ങനെ ഞെരടി ഇങ്ങനെ കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ പിടിയുമ്പോൾ ആ നീരെല്ലാം അങ്ങ് പോകും. അത് ഈ പിണ്ടിയുടെ ആയാലും കൂമ്പിൻ്റെ ആയാലും ആ കറയാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞും എടുക്കാൻ പറ്റും. തോരൻ വെക്കുമ്പോഴായാലും നൂലൊന്നും കാണുകയില്ല. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഈ കൂമ്പായാലും പിണ്ടിയായാലും നമുക്കിത് അരിഞ്ഞിങ്ങനെ നൂലൊക്കെ കളഞ്ഞും പിഴിഞ്ഞും ഒക്കെ എടുത്ത് തോരൻ വെക്കണേ. കൂമ്പിനേക്കാളി പാടാണ് ഈ പിണ്ടി അരിഞ്ഞെടുക്കുന്നത്. വെച്ചാൽ മെനക്കെട്ട ജോലിയാണ്. അതുകൊണ്ടൊന്നും ആരും അങ്ങനെ പിണ്ടി അരിഞ്ഞെടുക്കാനായിട്ട് ആരും മെനക്കെടത്തില്ല. കാരണം നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണ് ഇഷ്ടം. പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്ന പച്ചക്കറികളാണ് ഇഷ്ടം. അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ഈ കൂമ്പും പിണ്ടിയൊക്കെ അരിയാൻ ഇച്ചിരി മെനക്കെട്ട കാര്യമായതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ചിലരൊക്കെ അത് ചെയ്യും. പിണ്ടിയായാലും കൂമ്പായാലും ഒക്കെ കറി വെക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും മലശോധനയ്ക്കൊക്കെ ആയാലും നല്ലതാണ്. നമ്മുടെ വയറ്റിൽ മുടി അഴുക്കും പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഇപ്പോഴും പിണ്ടി തോരനും കൂമ്പ് തോരനും ഒക്കെ കൂട്ടിയാൽ. അപ്പോൾ എത്ര മെനക്കേടാണേലും എത്ര സമയം അധികം എടുക്കണമെങ്കിലും നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ പിണ്ടി കിട്ടുമ്പോഴും കൂമ്പ് എടുക്കുമ്പോഴും ഒക്കെ നമ്മളിത് ഒടിച്ച് തോരൻ വെച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക, നമ്മളും കഴിക്കുക. അപ്പം ഇതിൻ്റെ കൂടെ നമ്മളിത് തന്നെയല്ല തോരൻ വെക്കുന്നത്. ഇച്ചിരി ചെറുപയറായാലും കടലപ്പരിപ്പൊക്കെ നല്ല തുമര വെന്തതായാലും ഇതിൻ്റെ കൂടെ ഇട്ട് തോരൻ വെക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപയറും ഈ കൂമ്പും കൂടെ ഈ പിണ്ടിയും കൂടെ തോരൻ വെക്കാനായിട്ടാണ്. അപ്പോൾ ഇച്ചിരി തേങ്ങയും വെളുത്തുള്ളി ജീരകവും 2 പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചതച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ട് ചതച്ചരച്ച് ഇത് കടുക് വറുത്ത് അരപ്പും ഇട്ട് വെന്ത പയറും ഇട്ട് ഈ പിണ്ടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ആവി കയറ്റി ഈ ചതച്ച അരപ്പിൻ്റെ പുറത്തൊരു ശകലം വെള്ളം തളിച്ച് നമ്മൾ പയറൊക്കെ വേവിക്കുന്ന പോലെ വെള്ളം തളിച്ച് വെച്ച് ഇത് വേവിച്ച് എടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തവിയിട്ടൊന്ന് ഇളക്കി ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പിണ്ടി തോരൻ വെക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബായ്.